വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ സ്ഥിരം ലൊക്കേഷൻ ആയിട്ടുള്ള ട്രിവാൻഡ്രത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും സിനിമാ നടന്റെയോ അല്ലെങ്കിൽ നടിയുടെയോ വീടൊന്നും അല്ല കാണിക്കുന്നത്. മലയാള സിനിമയിലെ വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ ജന്മദേശമാണ്. അത് നമ്മുടെ ട്രിവാൻഡ്രമാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചിയുടെ നാടാണ് എന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. ചിത്ര ചേച്ചി ഇപ്പോൾ താമസിക്കുന്നത് ട്രിവാൻഡ്രത്തല്ല, ചെന്നൈയിലാണ്. ചിത്ര ചേച്ചിയുടെ ആ ഒരു കുടുംബക്കാരും പഴയ വീടൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രം ഒരിക്കലും ചിത്ര ചേച്ചിക്ക് മറക്കാൻ കഴിയത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളിപ്പോൾ കരമന നിൽക്കുകയാണ് കേട്ടോ. കരമന ജംഗ്ഷനിൽ നിന്ന് നമ്മളിപ്പോൾ മറ്റൊരു റോഡ് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ കരമന ജംഗ്ഷൻ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര ട്രാഫിക് കേട്ടോ, അതിനെക്കൊണ്ട് നല്ല തിരക്കാണ് വൈകുന്നേരമൊക്കെ. ഈ കാണുന്ന ചെറിയ റോഡ് വഴി നമ്മൾ മുന്നിലോട്ട് കയറുവാണ്. അപ്പോൾ നമ്മൾ കാണാനായിട്ട് പോകുന്നത് മലയാള സിനിമയുടെ അനുഗ്രഹീത ഗായിക ചിത്ര ചേച്ചിയുടെ ആ ഒരു സ്വന്തം നാട്. ഞാനിപ്പോൾ അങ്ങോട്ടത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ചിത്ര ചേച്ചിയുടെ ആ വീടും അല്ലെങ്കിൽ പഴയ വീടൊക്കെ ഇരുന്ന ഭാഗം, ഇപ്പോഴാ പഴയ വീട് അവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് ജസ്റ്റ് നമ്മൾ തിരക്കി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇപ്പോഴും ഏറ്റവും അടുത്ത ഒരുപാട് ബന്ധുക്കൾ ഈ ഒരു ഏരിയ താമസമുണ്ട്. ഈ ഒരു ഏരിയ നമ്മൾ തിരക്കുമ്പോൾ തന്നെ ചിത്ര ചേച്ചിയുടെ ഒരു പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. ജസ്റ്റ് ഞാൻ തിരക്കിയപ്പോൾ തന്നെ ഇതെല്ലാം എനിക്ക് മനസ്സിലായി. അത്രയ്ക്കും ഒരു ഇതുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഞാനിവിടെ ആദ്യം വിചാരിച്ചു ചിത്ര ചേച്ചിക്ക് ഇവിടെ വീടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പഴയ വീടൊക്കെ ഏകദേശം ഉണ്ടായിരുന്നിടത്തൊക്കെ പുതിയ വീടും വേറെ സംഭവങ്ങളൊക്കെ വന്നു പോയി. ഇതൊക്കെ ഷെയർ ചെയ്തും അല്ലെങ്കിൽ മറ്റുള്ള ഇതിലോട്ടൊക്കെ പോകുമ്പോൾ അതൊന്നും പിന്നെ നിലനിൽക്കത്തില്ല. പഴയ ഒരു വീട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. പഴയ വീടൊക്കെ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ പുതിയ വീടുകളൊക്കെ വന്ന് ഒരുപാട് റിലേറ്റീവ്സൊക്കെ അത് മാറി മാറി താമസിക്കുകയാണ്. ഇവിടെ ഈ കാണുന്ന ഏരിയയിൽ മൊത്തം ചിത്ര ചേച്ചിയുടെ ബന്ധുക്കൾ തന്നെയാണ് താമസിക്കുന്നത്. അവരങ്ങനത്തെ ഒരു ഫാമിലിയാണ്. മൊത്തം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത് കേട്ടോ. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലമുണ്ടല്ലോ, ഇതാണ് ചിത്ര ചേച്ചിയുടെ സ്വന്തം നാട്. ഇത് ഏതോ ഒരു സഹോദരൻ്റെ വീടാണ്. അതേപോലെ തന്നെ ഇങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് അമ്മാവൻ്റെ വീട്. അങ്ങനെ ഒരുപാട് ബന്ധുക്കൾ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ കയറി വരുമ്പോൾ കാണുന്നത് ഈ ഒരു ഏരിയ മൊത്തം അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ഉള്ളത് ചിത്ര ചേച്ചിയുടെ ആ ഒരു കുടുംബക്കാരൊക്കെ ആയിരിക്കാം. ഞാൻ കുടുംബ വീട് പ്രതീക്ഷിച്ച് മാത്രമാണ് വന്നത്. ഈ കാണുന്ന ഫ്ലാറ്റാണ് ചിത്ര ചേച്ചിയുടെ ട്രിവാൻഡ്രത്തുള്ള അവരിപ്പോൾ റെൻറ്റിന് കൊടുത്തിരിക്കുന്ന ആകെ ഉള്ള ഒരു പ്രോപ്പർട്ടി. അപ്പോൾ ഈ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ ചിത്ര ചേച്ചിയുടെ ആ ഒരു പേരുള്ള ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ ചിത്ര ചേച്ചി താമസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈയിലാണല്ലോ. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഇടയ്ക്ക് വന്ന് പോകുമ്പോൾ ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ചിത്ര ചേച്ചി ഇടയ്ക്കിടയ്ക്ക് താമസിക്കാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഒരു വീടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ആ പഴയ വീട് ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ചിത്ര ചേച്ചി ഈ ഫ്ലാറ്റ് പണിഞ്ഞിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. ചിത്ര ചേച്ചിയുടെ സ്വന്തം നാട് എന്ന് പറയുമ്പോൾ ഒരുപാട് സമയങ്ങളിൽ ചിത്ര ചേച്ചി പറയാറുണ്ട് ട്രിവാൻഡ്രത്തെ കുറിച്ച്. ആ ഒരു ഓർമ്മകളിലോട്ടൊക്കെ പോകാറുണ്ട്. സിനിമയിലൊക്കെ വന്ന് ഭയങ്കര തിരക്കൊക്കെ ആയ സമയത്ത് ചെന്നൈയിലാണ് അവർ വീട് വെച്ച് താമസിച്ചത്. അപ്പോൾ അതിനെക്കൊണ്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാട് കലാകാരന്മാരും കലാകാരികളും അങ്ങനെ ഒരുപാട് പേര് താമസിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രം എന്ന് പറയുന്നത്.